ഫോർച്യൂണർ ഒരു 14 മോഡൽ 15 മോഡലൊക്കെ വരുന്നതിന് 3 ലക്ഷം 4 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വില. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഒരുപാട് കസ്റ്റമേഴ്സും അതുപോലെ നമ്മൾ ഒരുപാട് ഫ്രണ്ട്സും ഒക്കെ നമ്മളോട് ചോദിച്ചിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു വീഡിയോ കാണാറുണ്ടല്ലോ, 3 ലക്ഷം 4 ലക്ഷം രൂപക്കൊക്കെ ഫോർച്യൂണർ കിട്ടുന്ന ഒരു വീഡിയോ കാണാറുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫോളോവേഴ്സും കൂടി അത് എന്താണെന്നുള്ളതെന്ന് അറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാണ്. ആക്ച്വലി എനിക്ക് ഈ വീഡിയോ ചെയ്ത ഒരാളെ പേഴ്സണലായിട്ട് ബന്ധമല്ല, അത് മാത്രമല്ല അദ്ദേഹം ഞാനായിട്ട് ഒരു ശത്രുതയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എന്താണ് അതിന്റെ കാരണം എന്നില്ല നിങ്ങൾ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ അതെന്താ വീഡിയോ എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് കാണാം. വളരെ തുച്ഛമായ വിലക്ക് ഫോർച്യൂണർ ഒരു 14 മോഡൽ 15 മോഡലൊക്കെ വരുന്നതിന് 3 ലക്ഷം 4 ലക്ഷം രൂപയാണ് ഡൽഹിയിൽ വില. ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു എന്നിട്ട് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതിന്റെ ഡീലറോ അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ നാട്ടിൽ കൊണ്ടുവന്ന് വലിയ വിലക്ക് വെക്കുന്നവരെ ശത്രുവല്ല, ഞാൻ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾ മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് 3 ലക്ഷം മുതൽ 4 ലക്ഷം വരെയൊക്കെ ഫോർച്യൂണർ ഡൽഹി വാഹനങ്ങൾ കിട്ടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആക്ച്വലി നമ്മൾ റീ രജിസ്റ്റേർഡ് വാഹനങ്ങൾ അങ്ങനെ കൂടുതൽ ചെയ്യാറില്ല, അതുകൊണ്ട് തന്നെ റീ രജിസ്റ്റേർഡ് വാഹനങ്ങളെ കുറിച്ചിട്ട് എനിക്ക് വലിയൊരു ധാരണ ഒന്നുമില്ല. പക്ഷെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പോൾ ആര് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത്ര പ്രൈസ് റേഞ്ചിൽ ഒരു വാഹനം കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊരു കോൺടാക്ട് നമ്പറും കൂടി കൊടുക്കുകയാണെങ്കിൽ, ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു വാഹനം പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം തന്നെ വേറൊരു വീഡിയോ ഇപ്പോൾ 2 ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. പിന്നെ ചില കിളിപോയ ഈ ഡീലർമാർ, അതായത് 6 ലക്ഷത്തിന് ഇത്രയും കാലം 6 ലക്ഷത്തിന് 7 ലക്ഷത്തിന് വണ്ടി എടുത്ത് അതിന്റെ കൂടെ നാട്ടിലെത്തിച്ച് അതിന് 25,000-30,000 കൊടുത്ത് നാട്ടിലെത്തിച്ച് ആ സാധനം 12 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ആൾക്കാർ നോട്ടത്ത് പോയിന്റ് 6 ലക്ഷത്തിന് 7 ലക്ഷത്തിന് ഫോർച്യൂണർ എടുത്ത് 30. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം മുകളിൽ തന്നെ ഒരു കണ്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 6-7 ലക്ഷം ഫോർച്യൂണർ എടുക്കും 12 ലക്ഷത്തിന് വിൽക്കുന്നുള്ളത്. അതായത് അദ്ദേഹം ആദ്യം പറഞ്ഞ 3-4 ലക്ഷം രൂപന്റെ വണ്ടി പിന്നീട് രണ്ടാമതൊരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ 6 ലക്ഷം മുതൽ 7 ലക്ഷം വരെ അദ്ദേഹത്തിന് വില കൂടി. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, അതായത് അത് ഒറിജിനൽ ആണോ എന്നുള്ളത് നോക്കുക, അതോ ഫേക്ക് ആണോ എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് വാഹനങ്ങൾ ഡൽഹി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഒറിജിനൽ കേരള വാഹനങ്ങൾ തന്നെ മേജർ ആക്സിഡൻസ് ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ കിലോമീറ്റർ റൺ ചെയ്ത വാഹനങ്ങൾ, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ചിലപ്പോൾ കിട്ടും. അത് വണ്ടിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് യൂസ്ഡ് കാറിൽ ആ ഒരു വാഹനത്തിന്റെ പ്രൈസിങ് എന്ന് പറയുന്നത്. ഒരു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാകും, ചിലപ്പോൾ അതിന്റെ എബോ ഒക്കെ നമ്മൾ ചില നല്ല വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം ഈ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് സർവീസ് റെക്കോർഡ് മാറ്റിയാണ്ടൊക്കെ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള പറയുന്നുണ്ട്. അതായത് ഓരോ ബ്രാൻഡ്, അതായത് ഇപ്പോൾ ഏത് ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ സർവീസ് റെക്കോർഡിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മാത്രമല്ല ചില ബ്രാൻഡിലൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും റോങ് എൻട്രി ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചെറിയ കറപ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നല്ലാതെ സർവീസ് റെക്കോർഡ് നമ്മളിപ്പോൾ ഒരു 10 ലക്ഷം ഓടി വണ്ടി 2 ലക്ഷം സർവീസ് റെക്കോർഡ് മാറ്റാനൊന്നും കഴിയില്ല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ഇതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് വീഡിയോ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഓരോ മേഖലയിലും അതിൽ ജീവിക്കുന്ന, അതിലോരോ കുടുംബങ്ങൾ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് പാര വെച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വീഡിയോ ചെയ്യാൻ നോക്കുക. നമ്മൾ തന്നെ ചില വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് അതിൽ തന്നെ ചില ആൾക്കാർ കമന്റ് ചെയ്യാറുണ്ട്, ഇത്ര വില അല്ല, ഇത്ര പ്രൈസ് റേഞ്ച് ഇല്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ കമന്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചില ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട്, ഇതിലേറെ റേറ്റ് കുറഞ്ഞിട്ട് വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് നമ്പർ ഇതിൽ കമന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് റിപ്ലൈ കാര്യങ്ങളൊന്നും കിട്ടൂല. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഫേക്ക് ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് എത്തിക്കുന്നതിലേറെ നല്ലത് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോസ് ചെയ്തുകൊണ്ട് റീച്ച് കൂട്ടാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.